ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഇതാ ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ രാവിലെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ അർച്ചന എന്ന് പറഞ്ഞൊരു കുട്ടി എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി ഹോം ടൂർ ചെയ്യോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഹോം ടൂർ വീഡിയോ എങ്ങനെ എടുക്കുകയെന്ന് തന്നെ അറിയില്ല എന്നതാണ്. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ, ഏട്ടനും കൂടെ ലീവാണെങ്കിൽ എടുക്കാനൊക്കെ ഒരു ഹോം ടൂർ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാനേ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഏട്ടനെ വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ വർക്കിന് പോവാണ്. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാട്ടോ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കിളികളുടെ സൗണ്ടും കാക്കയും കോഴിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മീൻ വേറൊരു ഏട്ടനാണ് കേട്ടോ. അവരിങ്ങനെ നമുക്ക് സ്പെഷ്യൽ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങുന്നവർക്കറിയാം. അപ്പോൾ അവരെനിക്ക് കൊണ്ട് തരും. അപ്പോൾ ഇതൊരു കേര മീനാണ് കിട്ടിയത്. ഒരു മീനേ വാങ്ങിയുള്ളൂ. ഒരു മീൻ തന്നെ 1.25 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട ഏട്ടൻ കട്ട് ചെയ്ത് തരും എന്നിട്ട് അവരെ കൊണ്ട് വാങ്ങിച്ച്. എന്നിട്ട് ഏട്ടനെ നിനക്ക് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണേ എന്നൊക്കെ പറഞ്ഞ നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഏട്ടൻ ശരി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടേ അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രഷൻ കണ്ടാൽ ഞാനാണ് കട്ട് ചെയ്യണ പോലെയാണ് അല്ലേ. ഏട്ടൻ അതൊക്കെ വൃത്തിയായിട്ട് നല്ല ഫ്രഷ് മീനായിരുന്നു. കേര മീൻ നല്ല, അതായത് ഫ്രഷാണെന്നറിയാൻ അതിനെ നിറച്ചും ചോരയും അതിൻ്റെ ജഗള ആ ഭാഗത്തൊക്കെ നല്ല ചോപ്പ് കളർ ഉണ്ടെങ്കിൽ ഫ്രഷ് മീനാണെന്നാണല്ലോ. അല്ല, കളറ് മാറ്റം ഉണ്ടെങ്കിലല്ലേ ഫ്രഷ് അല്ല എന്നുള്ളത്. നല്ല ചോര ഉണ്ടായിരുന്നു. എൻ്റെ സിങ്ക് ഫുള്ള് ആ ഭാഗത്തൊക്കെ ചോരയായിരുന്നു. നല്ല ഫ്രഷ് മീനായിരുന്നു. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചീരക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് പറമ്പിൽ പോയി പറിച്ചിട്ടൊക്കെ വന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് മീൻ അവർ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനത്തെ മീനാണ് വാങ്ങുന്നൊക്കെ പറഞ്ഞത്. അവർക്കറിയാം ഈ ഞണ്ട് മീൻ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കണവ, കൊഞ്ച് അങ്ങനെയുള്ള മീൻ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങും. അത് അവർക്ക് നന്നായിട്ടറിയാം. ഒരു 2-3 മീൻകാരനേട്ടനുണ്ട്, അവർക്കറിയാം നമ്മൾ വാങ്ങും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഈ കേരമീനും നല്ല ടേസ്റ്റുള്ള മീനാണ്, നല്ല മീനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചൂരയെ കഴിച്ചിട്ടുള്ളൂ, കേരമീൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ മീൻ കൊണ്ടുവന്നപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയത്. അങ്ങനെ ചീരയും പരിപ്പും കറിയും ഞാൻ പെട്ടെന്ന് തന്നെ, പരിപ്പും ചീരക്കറിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ മീൻ കറി നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ. ഫ്രൈ ചെയ്യാനായിട്ടാണ് ഏട്ടൻ കട്ട് ചെയ്തത്. തലക്കറി പിന്നെ ഒരു ദിവസം നാളെ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് മീൻ ഫ്രൈ മാത്രം ചെയ്യാൻ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ രണ്ടാൾക്കും കൂടെയാണ് സൈക്കിൾ വാങ്ങിയത്. പക്ഷേ കുഞ്ഞാറ്റേൻ്റെ സൈക്കിളാണെന്ന് പറഞ്ഞിട്ട് വരിക്കുട്ടിക്ക് അങ്ങനെ സൈക്കിൾ എപ്പോഴും കൊടുക്കുകയില്ല. അപ്പോൾ വരിക്കുട്ടിക്ക് പൊതുവേ ഒരു സൈക്കിൾ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹവും കൊണ്ട് ഇങ്ങനെ കുറേ ആയി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് ശാരിക ചേച്ചിയുടെ മോൻ്റെ സൈക്കിളുണ്ട്, ചെറിയ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അവന് പുതിയ സൈക്കിൾ വാങ്ങിയപ്പോൾ ഈ സൈക്കിള് അതേ വരിക്കുട്ടിക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് കൊടുത്തു വിട്ടതാണ്. അങ്ങനെ പുതിയ സൈക്കിൾ കിട്ടിയതിൻ്റെ രഹസ്യങ്ങളാണ്. കുഞ്ഞാറ്റ അമ്മ ഞാൻ കൈവിട്ട് സൈക്കിൾ ചോട്ടിനെ കണ്ടിട്ടില്ലല്ലോ, നോക്ക് പറയണം. അങ്ങനെ വരിക്കുട്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലൈൻറ്റൊക്കെ ഏട്ടൻ മാറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരിക്കുട്ടി സൈക്കിൾ എടുത്ത് രണ്ടാൾക്കും സൈക്കിൾ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ നമുക്ക് മീൻ വറുക്കാനുണ്ടല്ലോ, കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മീനൊക്കെ കഴിക്കിയതല്ലേ. അപ്പോൾ വേഗം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി പണികൾ കേട്ടോ. ചീരക്കറി റെഡിയാക്കിയിട്ടുണ്ട്. മീൻ വറുക്കാനുള്ളതും ഞാൻ മസാല തിരുമ്പി, ഇതിനൊക്കെ സ്പെഷ്യൽ മസാല വേണമല്ലോ. അതായത് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ജീരകം അങ്ങനെ എല്ലാതും ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് ചെയ്തിട്ടാണ്, അതാണ് ഞാൻ ഈ കേരമീനിൽ വറുക്കാനായിട്ട് വെക്കുന്നത്. ഞങ്ങൾക്ക് 4 ആൾക്ക് 4 പീസ് മതി. ബാക്കി വൈകുന്നേരം ഉച്ചയ്ക്ക് മാത്രം 4 പീസ് വറുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഈ 4 മീനും വറുത്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പം നല്ല വെക്കേഷനാണല്ലോ. എത്ര പെട്ടെന്ന് ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയത്. വെക്കേഷൻ സൈക്കിൾ ചവിട്ടലും പാടത്ത് കളിക്കാൻ പോക്കും പിള്ളേർ ഫുള്ള് ബിസിയാണ്. ഇവിടെ എല്ലാ വീട്ടിലും കുട്ടികളാണ്. നമ്മുടെ ഈ നാട്ടിൽ കേട്ടോ, എല്ലാ വീട്ടിലും 2 കുട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഫുള്ള് പുറത്ത് കളിയാണ്. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഒരു സൗണ്ടും ഇല്ലാതെ സമാധാനത്തിൽ എവിടെയെങ്കിലും പോയിരുന്ന് വോയിസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പം എന്തെങ്കിലും വരും. ഒന്നില്ലെങ്കിൽ ചോട്ടോ സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇല്ലെങ്കിൽ പിള്ളേരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ. അപ്പം
അങ്ങനെ പിള്ളേരുടെ വെക്കേഷൻ കഴിയാനായിട്ടുണ്ട്. ഇനി അവർക്ക് ഇനി ചിലവ് വരാൻ പോവുകയാണ്. ബുക്ക്, യൂണിഫോം പറഞ്ഞ പോലെ ഒരുപാട് ചിലവാണ്. നമുക്കാണല്ലോ ടെൻഷൻ, ഇനി സ്കൂൾ തുറക്കാൻ പോവാണ്, അയ്യോ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിള്ളേർ അടിപൊളിയായിട്ട് വെക്കേഷൻ അടിച്ചു പൊളിക്കുകയാണ്. എല്ലാ വർഷവും വെക്കേഷൻ എന്തായാലും ട്രിപ്പൊക്കെ ഉള്ളതാണ്. ഈ വർഷം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പ്ലാന് എത്തിയിട്ടില്ല. പ്ലാന് ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷേ കാര്യമായ ഒന്നും നടക്കണില്ല എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ തറവാട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകണോ, ഇല്ല നമ്മുടെ നാട്ടിൽ നിന്നായിട്ട് എല്ലാവരും കൂടെ പോകണോ എന്നൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.